ഇ.ഡി. ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലിക്കേസിൽ പരാതിക്കാരൻ അനീഷ് ബാബു ഇ.ഡി. ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായി. ദില്ലിയിലെ ഓഫീസിലാണ് ഹാജരായത്. വിശദമായ മൊഴി ഇ.ഡി. രേഖപ്പെടുത്തും. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഇത് ദില്ലിയിലേക്ക് ഈ കേസ് കൊണ്ടുപോവുകയും പരാതിക്കാരനെ അവിടേക്ക് എത്തിക്കാനായി ഇ.ഡി. നോട്ടീസ് അയക്കുകയും ചെയ്തതൊക്കെ വലിയ വിമർശനങ്ങൾക്ക് പാത്രഭൂതമായതാണ്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? അദ്ദേഹം ഹാജരായി. അനീഷ് ബാബു എന്തൊക്കെയാണ് മൊഴി നൽകാനായി ഹാജരാകുന്ന ഘട്ടത്തിൽ നൽകാനാകുന്ന വിവരങ്ങൾ? അജിംഷാദ്, കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട ഇ.ഡിയുടെ ഉദ്യോഗസ്ഥൻ ശേഖർ കുമാർ യാദവിനെതിരെ വലിയ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ വലിയ ഒരു പ്രതിരോധത്തിൽ ഇ.ഡി. ആവുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേസുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം ഇ.ഡിയുടെ ഭാഗത്ത് നിന്ന് പ്രധാനമായും ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പരാതിക്കാരനായിട്ടുള്ള അനീഷ് ബാബുവിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് ഇ.ഡി. പ്രധാനമായും കടന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയാണ് അനീഷ് ബാബു, അതായത് പരാതിക്കാരനായിട്ടുള്ള അനീഷ് ബാബു, ദില്ലിയിലെ ഇ.ഡിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിഭാഗത്തിൻ്റെ ഓഫീസിലെത്തിയിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെയും താൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ അനീഷ് ബാബു പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നേരത്തെ, അതായത് കഴിഞ്ഞയാഴ്ച തന്നെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ.ഡി. നോട്ടീസ് അനീഷ് ബാബുവിന് നൽകിയിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ അനീഷ് ബാബുവിൻ്റെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ലിജു ബി സ്റ്റീഫനാണ് കഴിഞ്ഞ ആഴ്ച ഹാജരാകുകയും ചെയ്തത്. എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യവും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന ഇ.ഡി. അനീഷ് ബാബുവിന് നോട്ടീസ് നൽകുകയായിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അനീഷ് ബാബു എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് പുറകിലുള്ള ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിഭാഗത്തിൻ്റെ ഓഫീസിൽ ഇപ്പോൾ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ശരി, അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം